സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരത്തോട് സർക്കാരിന്റെ പ്രതികാര നടപടി. സമരത്തിന് നേതൃത്വം നൽകുന്ന അസോസിയേഷൻ നേതാക്കൾക്കെതിരെ കേസെടുക്കാനാണ് നീക്കം. അതേസമയം പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കുമെന്ന് അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട്. ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു നിസ്സഹകരണമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ സമരം നടത്തുന്ന അസോസിയേഷൻ നേതാക്കൾക്കെതിരെ കേസെടുക്കുവാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതികാര നടപടി? രജനി, ഇന്നിപ്പോൾ ആശാവർക്കർമാരുടെ സമരം 9 ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവർ തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ തങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശികകളെല്ലാം നൽകി തീർക്കുക എന്നിങ്ങനെയുള്ള വളരെ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഇങ്ങനെ സമരം ചെയ്യുന്നതിനെതിരെ ഇവർക്കെതിരെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് ഒരുങ്ങുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ആശാവർക്കർമാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇവർക്ക് സമൻസ് അയച്ചിരിക്കുകയാണ്. ഇവർ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, അതുപോലെ തന്നെ വഴികൾ തടഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുവഴി തടസ്സപ്പെടുത്തുന്നു എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർക്കെതിരെ പോലീസ് സമൻസ് അയക്കുന്ന ഒരു ഇതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ അസോസിയേഷനിലുള്ള നിരവധി പേർക്കെതിരെ ഇവർ കേസ് എടുത്തിട്ടുണ്ട് എന്നും, അതുപോലെ തന്നെ ഇവർക്കെതിരെ സമൻസ് അയക്കുന്നുണ്ട് എന്നുമുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ആശാവർക്കർമാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ കണ്ടില്ല എന്ന് വെക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 6ാം ദിവസം, സമരത്തിന്റെ 6ാം ദിവസം ആശാവർക്കർമാരുടെ സംഘടനയും നമ്മുടെ ആരോഗ്യമന്ത്രിയും ചേർന്നൊരു ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയിൽ തങ്ങൾക്ക് ധനകാര്യവുമായി യാതൊരു തരത്തിലും ഇടപെടാൻ സാധിക്കില്ല എന്നൊരു നിശ്ചയ നിലപാടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്തിരുന്നത്. ഇതിനെതിരെ ആശാവർക്കർമാരുടെ സംഘടന വളരെയധികം പ്രക്ഷോഭങ്ങളിലേക്ക് ഉണ്ടെന്നിരുന്നു. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ, തങ്ങളുടെ കുട്ടികൾക്കുള്ള ഭക്ഷണം, അതുപോലുള്ള തങ്ങളുടെ വീട്ടിലുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിനോട് പ്രതികാര നടപടി ചെയ്യുക തന്നെയാണ് സർക്കാർ. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.